اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി വിശുദ്ധമാക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന സൽജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സ് നന്നാവുക എന്നത്, നമ്മുടെ സ്വഭാവം വിശുദ്ധമാകുക എന്നത് ഏറെ മഹത്തരമേറിയ നന്മയായി വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആരാധനകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ, വെറുക്കപ്പെട്ടതും ചീത്തയുമായ എല്ലാം തടയപ്പെട്ട് മനസ്സ് ശുദ്ധമാകുന്ന നിഷ്കളങ്കമാകുന്ന ഒരവസ്ഥയിലേക്ക് 5 നേരത്തെ നമസ്കാരം മാറും എന്നതാണ്. ഉള്ളിൽ തട്ടി നമസ്കരിക്കുമ്പോൾ ആ മനസ്സ് വിശുദ്ധമാകും. സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധി, വളർച്ച എന്നാണല്ലോ. സാമ്പത്തിക രംഗത്ത് ഓരോ വ്യക്തിയിലുമുള്ള വിശുദ്ധി ആ 2.5% സക്കാത്ത് നൽകുന്നതിലൂടെ, പാവപ്പെട്ടവൻ്റെ ഹക്ക് നൽകുന്നതിലൂടെ വിശുദ്ധമാകുന്ന സാമ്പത്തിക രംഗത്തുള്ളൊരു വിശുദ്ധി ഓരോ വ്യക്തിക്കുമുണ്ടായി അങ്ങനൊരു സ്വസ്ഥമായ മനസ്സിൻ്റെ ഉടമയാകുമെന്നതാണ്. നോമ്പ് നോറ്റാൽ ലഅല്ലക്കും തത്തക്കൂൻ, ദോഷബാധയെ സൂക്ഷിക്കുന്ന ഭക്തനാകും എന്ന് പറഞ്ഞാൽ മനസ്സ്
വിശുദ്ധമാകും. ഹജ്ജ് ചെയ്താലോ ഒരു ഉമ്മ പ്രസവിച്ച മോനെപ്പോലെ അത്രക്ക് നിഷ്കളങ്കനാവും. ആ ഒരു മാനസികാവസ്ഥ വിശുദ്ധമാകാനാണ് ഇസ്ലാമിലെ ആരാധനകൾ. മനസ്സ് ശുദ്ധമാകാൻ, നല്ലൊരു സ്വഭാവമുണ്ടാവാൻ. ആ ഒരു നല്ല സ്വഭാവത്തിന് കിട്ടുന്ന പുണ്യമോ, സൽസ്വഭാവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് രാത്രി നേരം പുലരുന്നതുവരെ നമസ്കരിക്കുകയും എന്നും നോമ്പെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് മനഃശുദ്ധമായ ഒരു സൽസ്വഭാവിക്ക്, ഒരു നല്ല പെരുമാറ്റമുള്ള, നല്ല നിഷ്കളങ്കതയുള്ള ഒരു മനുഷ്യന് ലഭ്യമാകുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കാലൊക്കെ 5 നേരം നല്ലോണം തേച്ചൊരക്കുമ്പം ഉപ്പിൻ്റെ കുറ്റി വരെ വെളുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വീടും മറ്റുമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കുന്നുണ്ട്. അങ്ങനെ എവിടെയാണെങ്കിലും ഇതിനേക്കാളൊക്കെ ഒരു പടി ശുദ്ധമാക്കേണ്ടത്, ക്ലീനാവേണ്ടത് നമ്മുടെ മനസ്സാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, വലക്കത് കറംന ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. യുവാരി സൗആത്തിക്കും വരീസ, അവർക്ക് നാം അലങ്കാരമായി വസ്ത്രം നൽകിയിരിക്കുന്നു. നമുക്കൊക്കെ അലങ്കാരമായി നമ്മൾ വസ്ത്രം ഇടുമ്പോൾ ഒരു അലങ്കാരവും ഒരു ആനന്ദവും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ അലങ്കാരമായി വസ്ത്രം നൽകി ഈ വസ്ത്രത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കറയോ ഒരു കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് നമ്മൾ മറച്ചു പിടിക്കാനും കഴുകാനും ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. എന്നാൽ ഒരു നല്ല മഴ പെയ്യുമ്പോൾ പോലും ഒരു വണ്ടി കുടം ചൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് വരെ എന്തു ചെയ്യും, ഒരു വണ്ടിയിൽ നിന്ന് വെള്ളം നമ്മളെ വസ്ത്രത്തിലേക്ക് തെറിക്കുകയാണെങ്കിൽ നമ്മൾ കുട താത്തിപ്പിടിച്ച് ആ വസ്ത്രത്തിലേക്ക് ആവാതെ നോക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഖുർആൻ പറയാണ്, ഇങ്ങനെ അലങ്കാരമായി മനുഷ്യൻ അള്ളാഹു വസ്ത്രം നൽകിയിരിക്കുന്നു. ആദമിൻ്റെ സന്തതികളെ ആദരിക്കുകയും അലങ്കാരമായി വസ്ത്രം നൽകുകയും ചെയ്തിരിക്കും. എന്നാൽ വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് അവർക്ക് ഏറ്റവും ഖൈറായ വസ്ത്രം, ഏറ്റവും ഉന്നതമായ വസ്ത്രം തഖ്വയാണ്. അതുകൊണ്ട് എല്ലാം ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സ് ക്ലീനായാൽ നമുക്ക് ഇങ്ങോട്ട് എതിർക്കുന്ന ആളുകളെ, ഇങ്ങോട്ട് പാരവെക്കുന്ന ആളുകളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സിലേക്ക് നമ്മളാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന രംഗത്ത് ഏറ്റ യാതന, ഏറെ കേട്ടവരും മനസ്സിലാക്കിയവരും ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ചവരുമാണ് നമ്മൾ. ത്വായിഫിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ് കൊണ്ടപ്പോൾ ആ ഏറ് കൊണ്ട് നെറ്റിയിൽ നിന്നും മുട്ടിൻകാലിൽ നിന്നും രക്തമൊലിച്ച് ആ മരത്തണിലേക്ക് പോയി ഓടി മരത്തണിലേക്ക് പോയി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇവരുടെ ആക്രമണം ഇവരെ നശിപ്പിക്കാൻ മാത്രം കഠോരമാണ്, അങ്ങേ കൂടി സമ്മതമാണെങ്കിൽ ആ ഡ്യൂട്ടി നിർവഹിക്കാൻ അള്ളാഹ് അയച്ചതെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് നോക്കി നിങ്ങൾ. അവിടെ തന്നെ എറിഞ്ഞവർക്ക്, അതായത് വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, ഏറ് കിട്ടിയ പ്രയാസമുണ്ട്, വല്ലാതെ ആർക്കും ദേഷ്യം വരുന്ന ഒരു സന്ദർഭമായപ്പോൾ പോലും ഈ വിശുദ്ധമായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തന്നെ നാട് കടത്തിയ, ഓട്ടിയ, കൂക്കി വിളിച്ച, എറിഞ്ഞാട്ടിയ അവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഉഫ്ർലി ഖൗമി വ ഇന്നകും ലാ യഅലമൂൻ, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അറിവില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ മാത്രം മനസ്സ് പാകപ്പെടുക എന്നത് അതീവ പ്രാധാന്യമാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ നമ്മൾ വിജയിച്ചു. അതാണല്ലോ ഖദ് അഫ്ലഹ മൻ സക്ക,
സംസ്കരിച്ചെടുത്തവൻ വിജയം പ്രാപിച്ചു. ആ ഒരു മാനസികാവസ്ഥ അതുണ്ടാകുന്നതോടുകൂടി നമ്മൾക്കൊരുപാട് പുണ്യം കിട്ടുന്ന പ്രവർത്തനത്തിൽ നമ്മൾക്ക് ഇടപെടാൻ സാധിക്കണം. അതിലേറ്റവും വലുതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകുന്നു. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. വല്ല അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കമോ പ്രശ്നങ്ങളോ മനുഷ്യന്മാരല്ലേ, കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും ഓരോ രീതിയും ഓരോ പെരുമാറ്റവും എല്ലാം ഭാര്യയ്ക്കും ഭർത്താവിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഓരോ ഐറ്റായിരിക്കുമല്ലോ. പക്ഷേ അവരെയൊക്കെ ഉൾക്കൊള്ളാനും അവർക്കൊക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രഞ്ജിപ്പിലെത്തിക്കാനും സത്യവിശ്വാസികൾ നിരന്തരമായി ശ്രമിക്കും. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇസ്ലാഹ് നടത്തി അത് രഞ്ജിപ്പിലെത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മാത്രവുമല്ല, അങ്ങനെ രഞ്ജിപ്പിലെത്തിച്ചാൽ, ഈ ഒരു പ്രവാചക വചനം നമ്മൾ മനസ്സിലാക്കിയാൽ, ആരെങ്കിലും തെറ്റിയും പിണങ്ങിയും നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി പോകും. അത്ര കൂലിയാണ്. രണ്ട് പിണങ്ങിയവർ, അതാരാവട്ടെ, രണ്ട് സഹോദരങ്ങളാകട്ടെ, ഭാര്യയും ഭർത്താവുമാവട്ടെ, മാതാപിതാക്കളും മക്കളുമാകട്ടെ, അയൽപ്പക്കാരാകട്ടെ, ആരാവട്ടെ, തമ്മിൽ പിണങ്ങിയിട്ട് നിൽക്കുന്ന രണ്ട് പേര് ഉണ്ടെങ്കിൽ, രണ്ട് കുടുംബമുണ്ടെങ്കിൽ, അവരെ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കിയാൽ, യോജിപ്പുണ്ടാക്കിയാൽ, അതിൻ്റെ പ്രതിഫലം റസൂൽ പറഞ്ഞത് എൻ്റെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്ന പ്രതിഫലമാണ് എന്നാണ്. അതായത് മദീനത്തെ പള്ളിയിൽ റമദാനിലെ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ഇഅ്തികാഫിരിക്കാറുണ്ടല്ലോ. ഒരു മാസം രാവും പകലും പള്ളിയിൽ തന്നെ ഭജനമിരിക്കുന്ന പ്രതിഫലമാണ് രണ്ട് പിണക്കമുള്ളവരെ, രണ്ട് തെറ്റിയവരെ യോജിപ്പിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് എന്നാണ്. ഇങ്ങനെ ഒരുപാട് പുണ്യം നമുക്ക് ലഭിക്കാനുണ്ട്. അതിനൊക്കെ എന്ത് വേണം? എല്ലാവർക്കും നന്മ ലഭിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹമുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അപ്പം നമ്മളെ പെരുമാറ്റവും സ്വഭാവവും സമീപനവും എല്ലാം ഒരു വേറിട്ട രീതിയിലും ഏറ്റവും നല്ല സൽഗുണമുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും എനിക്കും നിങ്ങൾക്കും എത്താൻ സാധ്യമാകും. അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയായാൽ എത്ര പിണക്കം തീർക്കണം, എത്ര ഭാര്യയും ഭർത്താവുമാണ് പിണങ്ങി നിൽക്കുന്നത്, എത്ര മക്കളും മാതാപിതാക്കളുമാണ് തെറ്റി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലത്ത് മക്കളൊക്കെ പലരും ലഹരിയും മറ്റ് പലയിടത്തുമായി പല പ്രശ്നങ്ങളിലായി, അഫെയറിലായി, അഡിഷനുകളിലായി മാറിക്കൊണ്ടേയിരിക്കുക. ഒരഡിഷനല്ലെന്നുള്ളത്, മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടു എന്ന് പറയാറുണ്ട്, മൊബൈലിന് അടിമപ്പെട്ടു എന്ന് പറയാറുണ്ട്, ഗെയിമിന് അടിമപ്പെട്ടു എന്ന് പറയാറുണ്ട്, പ്രേമത്തിന് അടിമപ്പെട്ടു എന്ന് പറയാറുണ്ട്. അങ്ങനെ എത്ര അഡിഷൻ എണ്ണിയാൽ തീരാത്തത്ര. ഇതിലേതെങ്കിലും ഒന്നുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ടായി. അവിടെ തന്നെ ഉമ്മയും ബാപ്പയും പിണക്കമാകുക, നീയാണ് അവനെ കേടിരുത്തിയത് എന്നുള്ള വർത്തമാനങ്ങൾ വരികയാണ്, പിണക്കവും കച്ചറയും വരികയാണ്. അങ്ങനെ പിണങ്ങിയും പ്രശ്നങ്ങളായും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന എത്ര വീടുകളുണ്ട്. അതെ, അവിടെയാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി ഇതൊക്കെ രഞ്ജിപ്പിക്കാനും യോജിപ്പിക്കുവാനും പിണക്കം തീർക്കാനും ആരോടും തെറ്റാതെയും പിണങ്ങാതെയും നിലകൊള്ളാനും നമുക്ക് കഴിയണം. മാത്രവുമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അതായത് ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നമ്മോട് പഠിപ്പിച്ചതിൽ അതിൽ ഒരു പുണ്യമായി പറയുന്നത് റസൂലുള്ളാഹി പറഞ്ഞതാ, എല്ലാ തിങ്കളും വ്യാഴവുമാണ് ഒരു ആഴ്ചയിലത്തെ കണക്ക് അള്ളാഹുവിങ്കിലേക്ക് എത്തിക്കുന്നത്.
അതുകൊണ്ട് തിങ്കളും വ്യാഴം ഈ സുന്നത്തായ നോമ്പ് ഞാൻ നോൽക്കുമ്പോൾ എൻ്റെ കണക്ക് നോമ്പുകാരനായി അള്ളാഹുവിലേക്ക് എത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് ശാസ്ത്രം പഠിപ്പിക്കുക. എന്നാൽ ആ തിങ്കളും വ്യാഴം നോമ്പ് നോറ്റ, നമസ്കരിച്ച, ധാരാളം പുണ്യം ചെയ്ത ആ വ്യക്തി ആരാവട്ടെ, നമ്മൾ ആരാവട്ടെ, ആരോടെങ്കിലും ഒന്ന് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അമലും അള്ളാഹു സ്വീകരിക്കാതെ പെൻഡിങ്ങിൽ വെക്കുന്ന, തെറ്റ് നന്നാകാതെ ആ അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല, അത് സ്വീകരിക്കപ്പെടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭയങ്കരമാണ്. നമ്മൾ ഒരുപാട് നന്നാവാനുണ്ട്, ഒരുപാട് മനസ്സിൻ്റെ തുങ്ങൾത് ശുദ്ധാകാനുണ്ട്, എല്ലാവർക്കും നന്മ ലഭിക്കണമെന്നൊരു ആഗ്രഹം നമുക്ക് വരാനുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മാനസികാവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതെ, തന്നെ പാരവച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവർക്കും എത്രത്തോളം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൻ്റെ വേള, ആ സമയത്ത് ബദർ യുദ്ധത്തിൽ വിജയത്തിന് പകരം വീട്ടാൻ തയ്യാറായി. അങ്ങനെ ആ നിലക്കുള്ള അതിരോക്ഷവുമായി കടുത്ത രീതിയിൽ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയാണല്ലോ ഉഹദ് യുദ്ധം വരുന്നത്. ആ സമയത്ത് ഹിന്ദ് വഹ്ഷിനോട് പറഞ്ഞല്ലോ, വഹ്ഷി നീഗ്രോക്കാരനാണ്, പിന്നെ ചാട്ടുളി എറിഞ്ഞ് കൊള്ളിക്കുന്നതിൽ വിദഗ്ധനാണ്. വഹ്ഷിനോട് പറഞ്ഞല്ലോ, ധാരാളം പാരിതോഷികം ഹംസ റളിയല്ലാഹു അൻഹു എങ്ങാനും വധിച്ചാൽ നിനക്ക് നൽകാം വഹ്ഷി. അങ്ങനെ വഹ്ഷി അത് ഏറ്റെടുത്ത് ഉഹദ് മലയുടെ ഒരു കല്ലിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹുവിനെ തക്കം പാർത്ത് പതിയിരിക്കുകയാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ 2 ചാട്ടത്തിന് ഹംസ റളിയല്ലാഹു അവിടെ എത്തുകയും വഹ്ഷിൻ്റെ കഥ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് പാത്ത് നിന്ന് തക്കം കിട്ടിയപ്പം ചാട്ടുലുകൊണ്ട് ഹംസ റളിയല്ലാഹുവിനെ ചാട്ടുലുകൊണ്ട് വഹ്ഷി ഇങ്ങനെ എറിഞ്ഞ് നേരെ അത് വയറിന് കൊണ്ട് ഹംസ റളിയല്ലാഹു വീണിട്ട് പോലും ഇങ്ങോട്ട് അടുക്കാൻ ധൈര്യമല്ല. അവസാനം മരണപ്പെട്ടു എന്ന് ഉറപ്പായ രംഗം, ആ രംഗം. എന്നിട്ട് വഹ്ഷിനെ വികൃതമാക്കുന്ന അവസ്ഥ. റസൂലുള്ളാഹിക്കത് താങ്ങാൻ കഴിയില്ല. വഹ്ഷിൻ്റെ ഹംസ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്, ഷഹീദായി കിടക്കുന്ന ഹംസ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് പലരെയും തടുത്ത രംഗം. അങ്ങനെ ഉള്ള ആ ഒരു രംഗത്ത് റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സോ ഇങ്ങനെ മർദ്ദിച്ച് രക്തസാക്ഷിയായ ആ കൊന്ന ഹംസ റളിയല്ലാഹുവിനെ ഷഹീദായാൻ ആ കൊലപാതകം ചെയ്ത വഹ്ഷിക്ക്, അതിന് മാറ്റുകൂട്ടിയ ഹിന്ദിന്, ഇവർക്ക് 2 പേർക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് മനസ്സ്. എത്ര ആവണം? ഇത്ര റസൂലുള്ളാഹിക്ക് സ്നേഹമുള്ള ആ ഹംസ റളിയല്ലാഹുവിനെ കൊന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എത്രമാത്രം നിഷ്കളങ്കമാകണം. അവസാനം ഹിന്ദും വഹ്ഷിയും മുസ്ലിങ്ങളായി, ഇസ്ലാം സ്വീകരിച്ചു. അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നമ്മൾ പറയണം. അതെ. എന്നിട്ട് വഹ്ഷിനോട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, വഹ്ഷി നീ എൻ്റെ നേർക്ക് വരരുത്, നിന്റെ മുഖം കാണുമ്പോഴേക്ക് എനിക്ക് ഹംസ റളിയല്ലാഹുവിനെ ഓർമ്മാവും. എന്നാലും വഹ്ഷി സ്വർഗത്തിലാണ്. അതെ, ആ ഒരു മനസ്സ്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പം രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കാനും എല്ലാ പിണക്കം തീർക്കാനും ആരോടും നമ്മുടെ മനസ്സിലൊരു വെറുപ്പ് വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധ്യമാകും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് വിശുദ്ധമായ ജീവൻ നയിക്കാൻ സദാ ശ്രമിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നല്ല ഒരു മനസ്സ് അതുണ്ടായാലേ നമുക്ക് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോഴും നമ്മൾക്ക് നേരായ പാതയും മലക്കയുടെ ആശീർവാദവും ലഭിച്ച് നമുക്ക് ഈ ലോകത്തുനിന്ന് വിട പറയാൻ സാധിക്കുള്ളൂ. അതായത് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്നൊരു മറുപടി ഉണ്ട്. അത് ശരിക്ക് ഉള്ളിൽ തട്ടിക്കൊള്ളണമെന്നില്ല, അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ കൈഫൽ ഹാൽ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ശരിക്കൊന്ന് ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ കലവറുണ്ട്. ഇപ്പോൾ സൈക്കാട്രി ഡോക്ടർമാർ, കൗൺസിലർമാർ വലിയ തിരക്കാണ്. കാരണം ആളുകൾക്ക് പ്രശ്നം പറഞ്ഞിട്ട് തീരുന്നില്ല. ഇപ്പം ആരെങ്കിലും ഒരാൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം പറയാൻ പറയുമ്പോൾ വരെ നിനക്ക് അത്രയല്ലല്ലോ, എൻ്റേത് കേൾക്കണം. ഇങ്ങനെ എമ്പാടും പ്രശ്നം. അതായത് ഒരു സിമൻ്റ് ചാക്കോ മറ്റോ ഒക്കെ അപ്പുറത്തൊരാൾ പിടിച്ചാൽ നമുക്ക് ഇപ്പുറത്ത് പിടിച്ചിട്ട് ആളെ തലയ്ക്ക് വെച്ച് കൊടുക്കുക, 50 1 കിൻഡലും ഒക്കെ. പക്ഷെ അതിനേക്കാളേറെയാണ് അവരുടെ ഈ മനസ്സ് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ സ്വസ്ഥതല്ല, സമാധാനമല്ല എന്നാണ് മിക്കവർക്കും പറയാനുള്ളത്. ഉള്ളു തുറന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴോ, നമ്മുടെ ഒരു മരണത്തിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ, രോഗവും പ്രയാസമൊക്കെ ആകുമ്പം ഓരോ ആളുകളുടെ വർത്തമാനവും ശൈലിയൊക്കെ കേട്ടാൽ ഞരക്കവും ഊൾക്കവും വളരെ ഒരു വല്ലാത്തൊരവസ്ഥയൊക്കെ അങ്ങനെ കാണാം. സത്യത്തിൽ എന്താണ്, ഒരു പനി പോലും നമ്മുടെ പാപം കൊഴിയുമെന്ന്, ഒരു വേദനക്ക് നമുക്ക് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ മാതൃക ഉൾക്കൊള്ളുമ്പം അങ്ങനത്തെ ഒരു രംഗത്ത് പോലും സമാധാനമാണല്ലോ ഉണ്ടാവേണ്ടത്. ആ ഒരു സ്വസ്ഥത ഉണ്ടെങ്കിലേ, നമ്മുടെ മനസ്സങ്ങനെ ക്ലീനായിനെങ്കിലേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന വിളി നമ്മളെ വിളിക്കണമെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇർജിഇലാ റബ്ബികി റാദിയത്തൻ മർദിയ, റബ്ബിങ്കിലേക്ക് തൃപ്തിപ്പെട്ട് മടങ്ങിക്കോ. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ അടിമേ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരെ മാത്രമാണ് ഈ ഒരു വിളി വിളിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ആത്മാവങ്ങോട്ട് പോകുമ്പോൾ ഈ വിളി കിട്ടണമെങ്കിൽ ഇങ്ങനെ മാറാൻ, ഈ നിഷ്കളങ്കതയിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാകണം. എല്ലാ അറ്റുപോയ ബന്ധങ്ങളെയും വിളക്കി ചേർക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് ബന്ധങ്ങൾ പല ബന്ധുവീട്ടിലേക്ക് പോകുന്നില്ല, പല ബന്ധങ്ങൾ നമ്മൾ ഗൗരവമായി കാണുന്നില്ല. ബന്ധങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, കുടുംബവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാത്ത ഒരു ഖുത്ബ മുഹമ്മദ് നബി സല്ലല്ലാഹു നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ഖുത്ബയിലും പറയും വത്തഖുല്ലാഹല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധം സൂക്ഷിക്കണം. അതെ, വലിയ പ്രാധാന്യമുണ്ട്. ആ ബന്ധം അതിനൊലച്ചിൽ വരുന്നത് അത് നമ്മളെ പരലോകം നഷ്ടപ്പെടുന്ന, നരകം ലഭിക്കുന്ന അവസ്ഥയ്ക്ക് പോകും. അതുകൊണ്ട് ബന്ധം നല്ലതുപോലെ ചേർക്കണം. ബന്ധം ചേർത്താൽ റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്, ആയുസ് വർദ്ധിക്കും. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, സിഹത്തുർ റഹ്മ, ബന്ധങ്ങൾ ചേർക്കട്ടെ, കുടുംബബന്ധം ചേർക്കട്ടെ. ആർക്കെങ്കിലും ഉപജീവന മാർഗം വിശാലമാണെന്ന് ആഗ്രഹമുണ്ടോ, സിഹത്തുർ റഹ്മ, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ആർക്കെങ്കിലും ധൃതി കുറയണമെന്ന് ആഗ്രഹമുണ്ടോ, സിഹത്തുർ റഹ്മ, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങളാണ്
ബന്ധം ചേർത്താൽ നമുക്ക് ലഭിക്കുന്നത് ദീർഘായുസ് ലഭിക്കും, ഉപജീവനമാർഗം വിശാലമാകും, ധൃതി കുറയും, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. എന്നാൽ ആൾക്കാരൊക്കെ തിരക്കൊണ്ടാണ് എന്ത് ചെയ്യണത്? ബന്ധത്തിലേക്കൊന്നും പോകാത്തത്. തിരക്കാണ്, നേരല്ല. നമ്മളെ ധൃതി കുറയലാണ്, ബന്ധം ചേർത്തല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ അതിൻ്റെ പവിത്രത മനസ്സിലാക്കി അതൊക്കെ ചേർത്ത് അങ്ങനെ എല്ലാവരോടും സ്നേഹവായ്പോട് കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ സാധ്യമാകുമ്പോൾ മാത്രമാണ് നല്ല മാനസികാവസ്ഥയിൽ റബ്ബിങ്കിലേക്ക് തിരിച്ചു മടങ്ങിക്കോ എന്നുള്ള വിളി കേട്ട് നമുക്ക് ഓരോരുത്തർക്കും മരണം വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് നമ്മളെത്തണം. എല്ലാ ബന്ധങ്ങളും സുദൃഢമാക്കാൻ നാം സന്നദ്ധമാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾ അള്ളാഹു എളിമയും താഴ്മയും വിനയവും ഭക്തിയും ധാരാളമായി വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. നമ്മളിലുള്ള കുടുസായ ചിന്തകൾ, പോര്, കേട്, കിബറ്, അഹങ്കാരം, കാപട്യം, ദിആവ്, ഇത്തരം എല്ലാ ദുർഗുണങ്ങളും വെള്ളവസ്ത്രം അഴുക്കിൽ ശുദ്ധീകരിക്കും പ്രകാരം റബ്ബ് നമ്മളിൽ നിന്ന് കഴുകി വിശുദ്ധമാക്കി തരുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഖബറിൽ അദാബിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുരുവിട്ട് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമയ്ക്ക് പോലും വരാൻ സാധ്യമല്ലാതെ അവരെ പരിചരിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പുണ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗത്തുനിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒരു കലക്ഷൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾക്ക് ഒരു വർഷം ദീനീ ദഅവത്തുമായി ബന്ധപ്പെട്ട് വിസ്റ്റം യൂത്ത് വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേകമായ ഈ ഒരു മാസത്തിൽ ഒരു കലക്ഷൻ എടുക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഒരു മാസത്തിൽ ആ ഒരു കലക്ഷൻ്റെ ഡേറ്റാണ് ഇന്ന് ഇവിടുത്തെ ആ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരകമഴിഞ്ഞ ഒരു സംഭാവന ദീനീ ദൈവാരംഗത്ത് നമ്മളാവുന്ന ഒരു കനപ്പെട്ട സംഖ്യ നമ്മളൊക്കെ നൽകി അതിൽ സഹകരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു മുഫ്ലിൽ മുഅ്മിന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.